പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി അങ്കിൾ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്കിളിനോട് ഹായ് പറയാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടായി ഹായ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ കിട്ടിയ കോംപ്ലിമെൻ്ററി ബാഗൊക്കെ പിടിച്ചിട്ട് നേരെ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ടീ ഉണ്ട്, കോഫി ഉണ്ട്, ഒരുപാട് കുക്കീസും ഉണ്ട്. അപ്പം നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് എടുത്ത് കുടിക്കുമായിരുന്നു. ഞാൻ റിസുവിനെ നീനെ നോക്കിയപ്പോൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിയുമായിട്ട് വൻ വാചകടിയിലായിരുന്നു. ആ കുട്ടി ഞാൻ വീഡിയോ എടുക്കുന്നത് ചെറുതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ടാനി ചേച്ചി റൂത്ത് ചേച്ചി ആണെങ്കിൽ ഭയങ്കര ഡിസ്കഷൻ, അടുത്തത് എന്താ ചെയ്യണം എന്നുള്ള രീതിക്കായിരിക്കും. പിന്നെയും നമ്മൾ കോൺഫറൻസ് ഹാളിൻ്റെ ഉള്ളിൽ കയറി പിന്നെ പുറത്തിറങ്ങിയത് ഈ ഉച്ച സമയത്താണ്. ഫുഡ് ടൈം ആയപ്പോഴാണ് നമ്മൾ പിന്നെ പുറത്തിറങ്ങിയത്. നമുക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ മനസ്സിലാവുന്നില്ല എവിടെയാണ് ബൊഫേൻ്റെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് പ്ലേറ്റ് കിട്ടുന്നത്. ഞങ്ങൾ പിന്നെ ഏതോ ഒരു ലൈനിൽ കയറി നിന്നു. പക്ഷേ എന്നിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എവിടെയാണ് പ്ലേറ്റ് കിട്ടുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്ലേറ്റ് കിട്ടുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് ഓരോ ഡിഷായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തെങ്കിലും ഞാൻ എല്ലാ ഡിഷിൻ്റെയും ഭംഗി നോക്കിയിട്ടാണ് സാധനങ്ങൾ പോയി എടുത്തത്. കാരണം ഒന്നും അധികവും നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഭംഗി നോക്കി എടുത്തു. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഖാലിദ് ഖാനെ കിട്ടി. പിന്നെ ഖാലിദ് ഖാൻ ഉണ്ടായിരുന്നു നമ്മളുടെ ഫുഡ് എടുക്കാനായിട്ട്, ലീഡ് ചെയ്യാനായിട്ട്. ചേട്ടായിയാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് എവിടെയാണ് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് ഫുഡൊക്കെ എടുത്ത് തന്ന്. ചേട്ടായി ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി നേരെ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറിയിരുന്നു. അത്യാവശ്യം എല്ലാവരും അവിടെ തന്നെയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നത്. കാരണം ഫുൾ ക്രൗഡഡ് ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി അവിടെ ഫുഡ് കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡെസേർട്ട് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഡെസേർട്ട്സ് ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മേലോട്ട് കയറി. ഈ മേലോട്ട് കയറിയതിൻ്റെ ഉദ്ദേശം ഫോട്ടോഷൂട്ട് തന്നെയാണ് ഗൈസ്, വേറെ ഒരു ഉദ്ദേശമില്ല. അങ്ങനെ പിന്നെ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി ബായ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അടുത്ത സ്പോട്ട് പിടിക്കുക.